ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുറച്ച് അർജൻറ്റിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ, എന്നിട്ട് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, മെരേറ്റ് റിസോർട്ടും സൈഡ് സീനെല്ലാം പോയത്. അപ്പോൾ ആടത്തേക്ക് തന്നെ അർജൻറ്റ് പറഞ്ഞ് വണ്ടി വേണം. ഞാൻ പറഞ്ഞില്ല, ക്രിസ്റ്റ ഉണ്ടെങ്കിൽ ഇങ്ങനെ റിസോർട്ടിൽ നിന്നേ വിളിക്കും അത്ര. അപ്പോൾ ആ റിസോർട്ടിലൊക്കെ പോകുന്നേ ഉള്ളത് ഞാൻ. ഇത് ബാക്കി പറയാം. അപ്പോൾ ഈ റിസോർട്ടിൽ നിന്നെല്ലാം വിളിക്കുന്ന ടൈമിങ്ങിൽ വിളിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞ 10 മിനിറ്റിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നാലും വന്ന് റിസോർട്ടിൻ്റെ ബോർഡ് ഇവിടെ കാണുന്നില്ലേ, കൂർഗ് മേരിയോട്ട്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ പോയാൽ റിസോർട്ടാണ്. ഇപ്പോൾ കുറച്ച് വണ്ടി ക്ലീൻ ആക്കാനുണ്ട്. ഇവിടെ നിന്നിട്ട് ഇത് റിസോർട്ടിലൊക്കെ പോകുന്നത്. ഇതിനായിട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ റോഡെല്ലാം. റിസോർട്ട് കാണിക്കാൻ ടൈമില്ല, ഇന്നും ഉണ്ടാകുന്നറിയില്ല, നോക്കട്ടെ. നല്ല അടിപൊളി ഒരു ലൊക്കേഷനിൽ മേരിയായിട്ട് ഹോട്ടൽ ഉള്ളതാ. സൈറൻ ഞാൻ സിംഗിൾ റോഡിൽ പോകുമ്പോൾ ബെൽറ്റ് ഇപ്പോൾ ഊരിയതേ ഉള്ളൂ, അതിൻ്റെ ആണ് സൈറൻ സൗണ്ട് കേൾക്കുന്നത്. ടൊയിന്ന് അയ്യോ, ഒരു വണ്ടി വന്നു. ഇതാണ് റിസോർട്ട്. റിസോർട്ടിലൊക്കെ പോകുന്ന വഴിയാണ് ഇത്. അപ്പുറം ഇപ്പുറമെല്ലാം കാണുന്ന റിസോർട്ട്. ഹലോ, നമസ്കാരം. അല്ല, അത് പറഞ്ഞല്ലോ വരുമ്പോൾ ഞാനുള്ളത് മേരിയോട്ട് റിസോർട്ടിൽ. ആ റിസോർട്ടിൻ്റെ കുറേ മുമ്പ് ഒരു വീഡിയോ ഇട്ടെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് മേരിയോട്ട് റിസോർട്ട്. എനിക്ക് എയർപോർട്ട് ഡ്രോപ്പ് കണ്ണൂർ പിക്കപ്പ് ഉണ്ടായി, കണ്ണൂർ എയർപോർട്ടിൽ നിന്ന്. അത് വേറെ ആൾ പോയി, അത് സുനി പോയി, അവൻ്റെ വണ്ടിയിൽ തന്നെ സ്വന്തമായിട്ട് തന്നെ പോയി. എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ എയർപോർട്ട് ഡ്രോപ്പ് ഉണ്ട് ഈ റിസോർട്ടിൽ നിന്ന്. അപ്പോൾ റിസോർട്ടിലൊക്കെ ഞാൻ ഇന്നലെ വന്നിന് ആ വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ പെർമിഷൻ എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആൽവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ പെർമിഷൻ ചോദിച്ച് ആ എടുത്തപ്പോൾ എന്ന് പറഞ്ഞ്. പിന്നെ സ്റ്റാഫെല്ലാം എന്നോട് ചോദിച്ചു എന്ത് സംഭവം പറഞ്ഞു. പിന്നെ ഗസ്റ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ എടുക്കല. ഇനി ബാംഗ്ലൂരിൽ കാണാം, നോക്കാം. ഇവിടെ ഫുൾ സ്വിമ്മിങ് പൂൾ, എത്ര 1 2 3 4 ഇല്ല സ്വിമ്മിങ് പൂളും റിസോർട്ടും ഞാൻ കണ്ടു. അപ്പോൾ വീഡിയോ ഗസ്റ്റിൻ്റെ ഗസ്റ്റുടെ റിസപ്ഷൻ്റെ അടുത്തെല്ലാം ഉണ്ടാകുമ്പോൾ എടുക്കല. എന്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗസ്റ്റ് ആര് എന്ത് ഒന്നിച്ചിട്ടുള്ളത് ഫാമിലിയാ അല്ല വേറെ ആരെങ്കിലും എന്തെന്ന് അറിയില്ലല്ലേ, അതുകൊണ്ട് എടുത്തും ബുദ്ധിമുട്ടും. അപ്പോൾ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ ഇവിടെ 25,000 രൂപയെന്ന് തൊട്ട് 1 ലക്ഷത്തോളമുള്ള റൂംസ് ഉണ്ട് റിസോർട്ട്. അറിഞ്ഞാൽ 25,000 രൂപ സ്റ്റാർട്ടിങ് പ്രൈസ്. പിന്നെ അവിടുന്ന് 1 ലക്ഷം ഉറപ്പുള്ളത്. ഇവിടെല്ലാം കാണുന്നത് സ്വിമ്മിങ് പൂള്. ആരും ഇല്ല സ്വിമ്മിങ് പൂള് ഇവിടെ എല്ലാം കാണുന്നത്. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് ക്രിസ്റ്റ. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ എയർപോർട്ട് ഡ്രോപ്പിന് പോകുന്നത്. ഇത് 3ാമത്തെ വീഡിയോ ആണ് കാണുന്നത് ഈ വണ്ടി വന്നിട്ട്. ഹലോ ഗൈസ്, അങ്ങനെ ചോറിക്കാൻ വേണ്ടിയിട്ട് എംപയറിലേക്ക് വന്നിന്. എംപയർ കാമത്ത്, അപ്പുറത്ത് കാമത്ത്, ഇപ്പുറത്ത് എംപയർ. നമ്മളെ വണ്ടി ഇവിടെ വെച്ചിന്. ഇവിടെ നോക്കി, എക്സ്പ്രസ് ഹൈവേൻ്റെ സൈഡിൽ തന്നെ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ അപ്പുറത്ത് കാണുന്നത്. എംപയർ കാമത്ത്. നമ്മളെ വണ്ടി അതല്ല, ഇതാണ് നമ്മളെ വണ്ടി. ചോറ് വെച്ചിട്ടായി. ഞാൻ ഒരു ഗീ റൈസും ബട്ടർ ചിക്കനും തിന്ന്. എക്സ്പ്രസ് ഹൈവേൻ്റെ സൈഡിലുള്ള ബാംഗ്ലൂർ മൈസൂർ. ഇപ്പോൾ ബാംഗ്ലൂർ പോകുന്നതിലുള്ള എയർപോർട്ടിലേക്ക് ഒരു 3 മണിക്കൂർ കൊണ്ട് എയർപോർട്ടിലേക്ക് എത്തും. അങ്ങനെ ഇതാ ഫ്ലൈറ്റ് അവിടെ ഒന്ന് ലാൻഡ് ആകുന്നേ കാണുന്ന. എയർപോർട്ട് എത്തി. എയർപോർട്ട് എടുത്തിട്ട് എയർപോർട്ട് ഡ്രോപ്പാക്കി. ഗസ്റ്റിനെ ഡ്രോപ്പാക്കിയിട്ട് രണ്ടാമതും കീഞ്ഞി. എയർപോർട്ടിൻ്റെ താജ് ഹോട്ടൽ ടെർമിനൽ 2ലാണ് ഒരു ഡ്രോപ്പ് ഉണ്ടായേ. അങ്ങനെ ടെർമിനൽ 2 ഡ്രോപ്പാക്കിയിട്ട് എയർപോർട്ട് ബിൽഡിങ്. കറക്റ്റ് ടൈമിൽ എത്തി. 6:30 മണിക്ക് എത്തിക്കാൻ പറഞ്ഞതിന് ആ കറക്റ്റ് 6:30 മണിക്ക് എയർപോർട്ടിലേക്ക് എത്തിച്ചിട്ട്. ಬೆಂಗಳೂರು ನಗರ ಬೆಂಗಳೂರು ನಗರಕ್ಕೆ ಏರ್ಪೋರ್ಟ್ ಪುರತಕ್ಕಿನ ರೋಡ್
അപ്പോൾ ഇനി വേറെ എന്ത് കാണിക്കാനുള്ള നോക്കട്ടെ, എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാം. അതാ ട്രാഫിക് കൺട്രോൾ ATC ടവർ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ആയിരിക്കണം. പുതിയതാ പോയതാ അത്? പുതിയത് തന്നെ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം.